നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 2024 കേരളത്തിൽ BSc നഴ്സിംഗ്, BSc പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ, പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ തുടങ്ങിയവയുടെ അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത്? 2023 വരെ കേരളത്തിൽ BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ LBS, PNC, MAC, AIMS, FNCക്ക്, CPAS തുടങ്ങിയ അസോസിയേഷനുകൾ വഴിയാണ് നടന്നത്. അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെയും പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളുടെയും അഡ്മിഷൻ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടന്നത്. പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളുടെയും പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെയും അഡ്മിഷൻ LBS, CPAS തുടങ്ങിയ അസോസിയേഷനുകൾ വഴിയാണ് നടന്നത്. AIMS, FNCKയിലും PNC, MACയിലും BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2023 കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും എൻട്രൻസ് എക്സാമിന്റെ അടിസ്ഥാനത്തിൽ മാത്രം BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ നടത്തണമെന്നാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അറിയിപ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ കർണാടകയിൽ മാത്രമാണ് 2023 എൻട്രൻസ് എക്സാമിന്റെ അടിസ്ഥാനത്തിൽ BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ നടത്തിയത്. കേരളത്തിലും തമിഴ്നാട്ടിലും എൻട്രൻസ് എക്സാമുകൾ ഉണ്ടായിരുന്നില്ല. 2024 എല്ലാ സംസ്ഥാനങ്ങളിലും എൻട്രൻസ് എക്സാമിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ നടത്തുക. കർണാടകയിലെ എൻട്രൻസ് എക്സാമിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 20 ലാസ്റ്റ് ഡേറ്റ്. 2024 കേരളത്തിലും BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ എൻട്രൻസ് എക്സാം നടത്തി അതിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നടത്തണമെന്നാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അറിയിപ്പ്. ഇതുവരെയും എൻട്രൻസ് എക്സാം എന്നാണ് നടത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഡേറ്റുകളൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. കേരളത്തിൽ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിന്റെയും പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന്റെയും അഡ്മിഷൻ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും നടത്തുക. കേരളത്തിൽ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിന്റെയും പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന്റെയും അഡ്മിഷന് വേണ്ടി എൻട്രൻസ് എക്സാം നടത്തണമെന്ന അറിയിപ്പ് ഉണ്ടായിട്ടില്ല. കേരളത്തിലെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. BSc നഴ്സിംഗിന്റെ ആപ്ലിക്കേഷൻ എൻട്രൻസ് എക്സാം നടത്തിയതിനു ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിന്റെയും ഡിപ്ലോമ കോഴ്സിന്റെയും ആപ്ലിക്കേഷനുകൾ +2 റിസൾട്ട് വന്നതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ BSc നഴ്സിംഗിന്റെ അഡ്മിഷന് നീറ്റും കീമും അല്ല എഴുതേണ്ടത്. 2023 വരെ LBS, PNC, MAC, AIMS, FNCK, CPAS തുടങ്ങിയ അസോസിയേഷനുകൾ വഴിയാണ് കേരളത്തിൽ BSc നഴ്സിംഗിന്റെ പാരാമെഡിക്കൽ കോഴ്സുകളുടെയും പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളുടെയും അഡ്മിഷൻ നടന്നത്. പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്കും ഡിപ്ലോമ കോഴ്സുകൾക്കും വേണ്ടി എൻട്രൻസ് എക്സാം ഉണ്ടാവുകയില്ല. എന്നാൽ BSc നഴ്സിംഗിന് വേണ്ടി എൻട്രൻസ് എക്സാം ഉണ്ടാകും. എൻട്രൻസ് എക്സാം നടത്തി അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആകും BSc നഴ്സിംഗിൻ്റെ അഡ്മിഷൻ. ഇപ്പോൾ കർണാടക നടത്തുന്ന KCET എൻട്രൻസ് എക്സാം പോലെ തന്നെ കേരളത്തിന് വേണ്ടി സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ഉണ്ടാകും. BSc നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി കേരളത്തിൽ നടത്തുന്ന എൻട്രൻസ് എക്സാമിന്റെ ഡീറ്റെയിൽസുകൾ വന്നിട്ടില്ല. കേരളത്തിലെ BSc നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി കേരളം നടത്തുന്ന എൻട്രൻസ് എക്സാം എന്നാണ് പേര്, അതുപോലെ ആരാണ് നടത്തുന്നത് തുടങ്ങിയ അറിയിപ്പുകൾ വന്നിട്ടില്ല. നീറ്റും കീമും അല്ല എഴുതേണ്ടത്. അതിനുവേണ്ടി സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് കുട്ടികൾ ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിക്കുക. +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകളാവും എക്സാമിന് ഉണ്ടാവുക. കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിലെയും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെയും എല്ലാം BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ എൻട്രൻസ് എക്സാമിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആണ് നടത്തുന്നത്. എൻട്രൻസ് എക്സാമിന്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അറിയിപ്പുണ്ടാകുമ്പോൾ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് കുട്ടികൾ നമ്മുടെ വീഡിയോയിലൊക്കെ ചോദിക്കുന്നുണ്ട്, കേരളത്തിൽ BSc നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെയും ഡിപ്ലോമ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടി നീറ്റ് എക്സാമാണോ കീമാണോ എഴുതേണ്ടതെന്ന്. നീറ്റ് എക്സാമും കീമും അല്ല എഴുതേണ്ടത്. കേരളം നടത്തുന്ന എൻട്രൻസ് എക്സാം വേറെ ഉണ്ടാകും. അതാണ് കേരളത്തിൽ BSc നഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടി എഴുതേണ്ടത്. എന്നാൽ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്കും ഡിപ്ലോമ കോഴ്സുകൾക്കും വേണ്ടി എൻട്രൻസ് എക്സാം ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് ഉണ്ടായിട്ടില്ല. BSc നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി കേരളത്തിലെ എൻട്രൻസ് എക്സാമിന്റെ അറിയിപ്പ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ മുതൽ +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകൾ പഠിച്ചു തുടങ്ങുക. യൂട്യൂബിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല ചാനലുകൾ ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റിൽ പറയണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.